ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടർക്കും പവിത്ര സീരിയലിൽ ഇനി വരാൻ പോകുന്ന അടിപൊളി എപ്പിസോഡിന്റെ പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ജോബിയുടെ കള്ളത്തരങ്ങളെല്ലാം തന്നെ മേരിയും ചേച്ചിയും അതുപോലെ തന്നെ നമ്മുടെ വേദിയും കൂടി ചേർത്ത് ബാക്കി തൊഴിലാളികൾക്ക് പറയുന്നുണ്ട്. അവരെല്ലാവരും അവരുടെ കൂടെ തന്നെ നിൽക്കാണ്. പിന്നീട് സമരത്തിന്റെ മുദ്രാവാക്യങ്ങളൊക്കെ വിളിച്ചുകൊണ്ട് അവിടെ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ജോബി അവിടേക്ക് വരുന്നത്. ജോബി എടുത്ത് പറയുമ്പോഴേക്കും ഓഹോ, നിങ്ങൾ തൊഴിലാളികൾ എനിക്കെതിരായല്ലേ, എല്ലാത്തിനും കാരണം എന്താണെന്ന് എനിക്കറിയാം. പക്ഷെ നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യണ ഈ വേദ ആരാണെന്ന് നിങ്ങൾ ശരിക്കും അറിയണം. ഇവൾക്കൊരു ഭർത്താവുണ്ടല്ലോ വിക്രം, അയാൾ ആരാണെന്ന് നിങ്ങൾക്കറിയാവോ? പോലീസ് തേടുന്ന ഒരു ജയിൽ പുള്ളിയാണ്, കുറ്റവാളിയാണ്, കൊലയാളിയാണ്. നാട്ടിൽ ഒരു പാവപ്പെട്ട ചെറുക്കനെ കൊന്നിട്ടാണ് അവൻ ഒളിവിൽ താമസിക്കാൻ വേണ്ടി ഇവിടേക്ക് വന്നത്. ഇനി നിങ്ങൾ പറ, ഞാനാണോ തെറ്റ് ചെയ്തത് അതോ ഈ വേദയുടെ ഭർത്താവാണോ എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് മേരി ചേച്ചി പറയണ്ട്, അതെ അതിവിടെ കാര്യമൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ഞങ്ങൾക്ക് സാലറി തരുന്നത് നിങ്ങളല്ലേ, അപ്പോ നിങ്ങളുടെ മാനേജർ നിങ്ങളാണ്, അപ്പൊ മാനേജ്മെന്റിനെ വിവരം അറിയിക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ്. അവിടെ വേദയോ വിക്രത്തിന്റെയോ കാര്യം നിങ്ങൾ ഇടേണ്ട കാര്യമില്ല, അവരുടെ കാര്യം എന്ന് വെച്ചാൽ അവര് നോക്കിക്കോളും. നിങ്ങൾ ഞങ്ങൾക്ക് തരാൻ പറഞ്ഞ സാലറി പകുതി മാത്രമേ തരുന്നുള്ളൂ, അതിനെന്ത് മറുപടിയാ നിങ്ങൾക്ക് പറയാനുള്ളത് എന്ന് പറയുമ്പോൾ ജോബി ഒന്നും മിണ്ടുന്നില്ല. ഇതിന്റെയൊക്കെ കാരണക്കാരി ഇവളല്ലേ, ഈ വേദയല്ലേ, ഞാൻ ഇപ്പൊ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുത്തിട്ട് പോലീസിനെ വിളിക്കുകയാണ്. എന്നിട്ട് പോലീസിനോട് പറയണ്ട, അവിടുന്ന് ഒരു കൊലയാളി ഉണ്ടല്ലോ വിക്രമാദിത്യൻ, അവൻ ഇവിടെയുണ്ട്. അവൻ ഇവിടെയുണ്ട്, അവൻ ഇവിടെ ഒളിഞ്ഞു താമസിക്കുകയാണ്, കൂടെ അവരുടെ ഭാര്യയുണ്ട്. സാറിപ്പ് ഇവിടെ വരുവാണെങ്കിൽ അവനെ കൈയോടെ പൊക്കാം എന്ന് ജോബി ഒറ്റ കൊടുക്കാണ് പോലീസുകാർക്ക്. അത് കേൾക്കുന്ന വേദക്ക് ആകെ ഷോക്ക് ആവുന്നുണ്ട് കേട്ടോ. ആ ഒരു ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീർന്നത്. അപ്പൊ നമ്മളിനി കാണാൻ പോണ നമ്മുടെ തൊഴിലാളികൾ എല്ലാരും കൂടി വേദനയും വിക്രത്തിനെയും സേഫ് ആക്കാണ്. അപ്പൊ വിക്രം പറഞ്ഞിട്ട് പോലീസുകാർ വന്ന് പിടിച്ചോണ്ട് പോണെങ്കിൽ പിടിച്ചോണ്ട് പോട്ടെ, ഇവിടെ എത്ര നാൾ നിൽക്കാൻ പറ്റുമെന്ന് ഞങ്ങൾക്കൊരു ഉറപ്പില്ലായിരുന്നു, ഇത്ര ദിവസങ്ങളിൽ നിൽക്കാൻ പറ്റിയല്ലോ, അതന്നെ വലിയ കാര്യം എന്ന് പറയാണ്. അപ്പൊ മേരിയും ഗിവർഗീസ് ഒക്കെ പറയണ്ട, നിങ്ങൾ ഇപ്പൊ ഇവിടുന്ന് പോകേണ്ട ഒരു കാര്യമില്ല, നിങ്ങളെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും എന്ന് പറയണം. അങ്ങനെ പള്ളിയിൽ കുറച്ചു നേരത്തേക്ക് അവര് രണ്ടുപേരെ ഒളിച്ചു വെക്കുകയാണ് നമ്മുടെ പള്ളിയിൽ അച്ഛനോട്ടോ. പോലീസുകാർ അന്വേഷിക്കുമ്പോ അവിടെ വിക്രമെന്ന് വേദെന്ന് പറഞ്ഞ ഒരാൾക്കാർ പോലും വന്നിട്ടില്ലാത്ത രീതിയിലാണ് അവരെ സപ്പോർട്ട് ചെയ്യാൻ എല്ലാവരും പോലീസിന് മൊഴി കൊടുത്തത്. അപ്പൊ പോലീസ് ചോദിക്കണ്ടോ, എടോ ജോബി താനല്ലേ പറഞ്ഞത് വിക്രം വേദി ഇവിടെ വന്നിട്ടുണ്ടെന്ന്? അതേ സാറേ, അവരിവിടെ ഉണ്ടായിരുന്നു എന്ന് പറയാണ്. എന്നിട്ട് അവരുടെ പൊടി പോലും ഇല്ലല്ലോ. ഇവിടെയുള്ള ആൾക്കാരൊക്കെ പറയുന്നുണ്ട് അങ്ങനത്തെ ഒരു ആൾക്കാരേ ഇവിടെ ഇല്ലെന്ന്. താനെന്താ പോലീസിനെ കളിപ്പിക്കുവാണോ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മുടെ ജോബിന് വഴക്ക് പറഞ്ഞിട്ട് ആ പോലീസുകാരനെ അവിടെ നിന്ന് പോവാട്ടോ. അപ്പൊ ഇവരുടെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് പേരുള്ളതുകൊണ്ട് ആ ഒരു സമയത്ത് ഇവരവിടെ നിന്ന് രക്ഷപ്പെടാണ്. കുറച്ചു ദിവസം കഴിയുമ്പോഴേക്കും വേദയും വിക്രവും കൂടി കുറച്ച് നടക്കാൻ പോണ സമയത്താണ് ആ ഒരു ഞെട്ടിക്കുന്ന കാഴ്ച കാണുന്നത്. വേദയും വിക്രവും വിവാഹം കഴിക്കാൻ കാരണക്കാര് ശരിക്കും ആ അമ്പലത്തിൽ ശരിക്കും ഒളിച്ചോടി വന്ന ഒരു പെണ്ണും ചെറുക്കനുണ്ടല്ലോ, അവര് കാരണമാണല്ലോ ഇതൊക്കെ സംഭവിച്ചത്. അപ്പൊ ആ പെണ്ണിനെയും ആ ചെറുക്കനെ വീണ്ടും കാണാണ്. ആ ചെറുക്കന്റെ കാലിനെ സ്വാധീനം കേട്ടോ. അന്നൊരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. വിക്രം ആ പെണ്ണിന്റെ അച്ഛന്റെ ആൾക്കാർ പറഞ്ഞിട്ടാണല്ലോ ഗുണ്ടകളെ ഏർപ്പാടേക്ക് ആ പെണ്ണിനെ അവിടെ നിന്ന് കൊണ്ടുപോയത്. ശേഷം ആ ചെക്കൻ ആ പെണ്ണിന്റെ അച്ഛനും ആങ്ങളമാരും അതുപോലെ തന്നെ കുറെ ഗുണ്ടകളും ചേർന്ന് ആ ചെക്കന്റെ കാല് തല്ലി ഒടിച്ചു കേട്ടോ. ആ ചെക്കനും ആ പെണ്ണും പിന്നെ വിവാഹം കഴിക്കാതെ ഒരുപാട് നാൾ അങ്ങനെ നിൽക്കാണ്. ഇപ്പൊ രണ്ടുപേരും കാണലും ഇല്ല, സംസാരിക്കലും ഇല്ല, ഒന്നുമില്ല. ആ പെണ്ണാണെങ്കിൽ ഒരു മാനസിക നില തെറ്റിയ പോലത്തെ ഒരു അവസ്ഥയിലാണ്. അപ്പൊ ഇതിനെല്ലാത്തിനും കാരണക്കാരൻ താൻ വിക്രമാണല്ലോ എന്ന രീതിയിൽ വിക്രത്തിന് ആകെ ഒരു കുറ്റബോധം തോന്നാണ്. അന്ന് ആ ഒരു അമ്പലത്തിൽ വെച്ചിട്ട് അവരുടെ വിവാഹം കഴിഞ്ഞിരുന്നെങ്കിൽ അവരിപ്പോ സുഖമായിട്ട് ജീവിച്ചാണ്. ആ പയ്യനിപ്പോ കാലില്ല, അതുപോലെ തന്നെ ആ പെണ്ണാണെങ്കിൽ വേറെ ഏതോ ലോകത്ത് കഴിയുന്ന പോലത്തെ ഒരു അവസ്ഥയാണ്. എല്ലാത്തിനും കാരണം താനാണ് എന്ന് പറഞ്ഞിട്ട് വിക്രം ആകെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ വേദ പറയണ്ടേ, ഈ സമയത്ത് കുറ്റപ്പെടുത്തലും അങ്ങനെ വിഷമിക്കലും അല്ല ആവശ്യം, നമ്മൾക്കിനി എന്ത് ചെയ്യാൻ പറ്റും അതാണ് നോക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് വേദയും വിക്രവും അവരെ ഒന്നാക്കാൻ വേണ്ടി പോകുന്ന പ്രൊമോ റിവ്യൂസ് ആട്ടോ നമ്മളിപ്പോ കണ്ടത്. അപ്പൊ അടുത്ത ആഴ്ച അവരെ ഒന്നാക്കണ ധൃതിയിലായിരിക്കും നമ്മുടെ വേദയും വിക്രവും. അതേ സമയത്ത് ആ സമയത്ത് നമ്മുടെ വേദയും വിക്രവും അവരുടെ പ്രണയം കൈവിടുന്നില്ല കേട്ടോ. അവരുടെ പ്രണയിച്ചുകൊണ്ടേ നടക്കുവാണ്. ഈ പ്രണയത്തിന്റെ അവസാനം നമ്മുടെ വേദ പ്രഗ്നന്റ് ആവുന്ന ഭാഗമാട്ടോ. അത് ഇവര് നാട്ടിലേക്ക് എത്തിക്കേണ്ടി 2 ദിവസം കഴിയുമ്പോഴാണ് വേദ പ്രഗ്നന്റ് ആണെന്ന് മനസ്സിലാവുന്നത് കേട്ടോ. പക്ഷെ വിക്രത്തിനോട് പെട്ടെന്ന് വേദ പറയില്ല. വീട്ടുകാരെല്ലാവരും അറിയോട്ടോ വേദ പ്രഗ്നന്റ് ആണെന്ന്. പക്ഷെ വേദ അത് മറച്ചു വെക്കും. വിക്രമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ കണ്ടുപിടിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ ഒരു പ്രൊമോ തമിഴിൽ നല്ല രസമായിട്ടോ കാണാനായിട്ട്. ഇവര് നാട്ടിൽ പോയി കഴിഞ്ഞിട്ടാണ് ഈ ഭാഗം, ഇടുക്കിയിൽ ഈ ഭാഗം കഴിഞ്ഞിട്ട് ഒരു നാട്ടിലേക്ക് പോവില്ല. ആ സമയത്താണ് ആ ഭാഗങ്ങളൊക്കെ വരുന്നത്. എന്തായാലും നമ്മുടെ വേദയുടെയും വിക്രത്തിന്റെ ആ ഒരു പെണ്ണിനെയും ചെറുക്കനും ഒന്നിപ്പിക്കുന്ന ഭാഗങ്ങൾ തന്നെയാണ് ഈ ആഴ്ച ഫുള്ള് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.